ഈ കാണുന്നതൊരു ഭവനമാണ്. പൂക്കാനിരിക്കുന്ന ഭവനം. ആശയേറ്റവരുടെ അകതാരിലേക്ക് ശോഭയേകാനുള്ള കരുത്തുമായി കാത്തിരിക്കുന്ന സ്നേഹച്ചില്ലകളുള്ള സാന്ത്വന ഭവനം. അതെ, പെരിയാരം മെഡിക്കൽ കോളേജിന് സമീപമുയരുന്ന SOS സാന്ത്വന കേന്ദ്രം. ഒന്നോർക്കണം, എത്രയെത്ര മയ്യത്തുകളാണ് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് നമ്മുടെ ഉള്ളം പൊട്ടിച്ചു കളഞ്ഞത്. കോവിഡ് മഹാമാരിക്കാലത്ത് ആരും അടുക്കാൻ ഭയപ്പെടുന്ന നേരത്തും മരിച്ചവരോടുള്ള ആദരവ് മനസ്സിലാക്കി മയ്യത്തുകട്ടിലുകൾ ചുമലിലേറ്റിയവരാണ് ഈ ഭവനം പണിയുന്ന SOSന്റെ സാന്ത്വനം പ്രവർത്തകർ. ഒപ്പം ആരാരുമില്ലാത്ത അനാഥ മയ്യത്തുകൾക്കും പകർച്ചവ്യാധി പിടിപെട്ട് മരിക്കുന്നവർക്കുമുള്ള അനന്തര കർമ്മങ്ങൾ നിർവഹിച്ചു നൽകാൻ പെരിയാരം മെഡിക്കൽ കോളേജിന് സമീപം ഇത്തരം ഒരു ഭവനം നമുക്ക് വേണ്ടേ പ്രിയപ്പെട്ടവരെ? ഈ സ്നേഹഭവനത്തിന്റെ ചില്ലകൾ അവിടെ മാത്രം ഒതുങ്ങുന്നില്ല. പാവപ്പെട്ട രോഗികൾക്കുള്ള സൗജന്യ മരുന്ന്, ആശയേറ്റ ആശുപത്രി കിടക്കയിൽ കഴിയുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമുള്ള സൗജന്യ ഭക്ഷണം, നിർധനരായ രോഗികൾക്കുള്ള സൗജന്യ ഡയാലിസിസ് സെന്റർ, വിലപിടിപ്പുള്ള മെഡിക്കൽ ഉപകരണങ്ങളുടെ ശേഖരണവും വിതരണവും, മിന്നിമറയാനിരിക്കുന്ന ജീവനുകൾക്ക് കച്ചിത്തുരുമ്പായി ബീക്കണുകൾ കത്തിച്ചു വരേണ്ട ആംബുലൻസുകളുടെ സൗജന്യ സേവനം, ഏതു നേരവും സദാസജ്ജരായ സാന്ത്വനം വളണ്ടിയർമാർക്കുള്ള ജില്ലാ ആസ്ഥാനം, വ്രതകാലത്തുള്ള ഇഫ്താർ സൗകര്യം, ഒപ്പം ഭാവിയുടെ പ്രതീക്ഷകളായി വളരുന്ന മെഡിക്കൽ വിദ്യാർത്ഥികൾക്കുള്ള ആത്മീയ പഠനവേദികൾ തുടങ്ങി ഒട്ടനേകം പദ്ധതികൾ ഈ സാന്ത്വന ഭവനത്തിന്റെ നിറമുള്ള സ്വപ്നങ്ങളാണ്. വേദനയിലൂടെ ജീവിതം തള്ളി നീക്കുന്ന ഒട്ടനേകം മനുഷ്യർക്ക് കണ്ണീരൊപ്പുന്ന തുവാലയായും തലോടലേകുന്ന തൃക്കരങ്ങളായും ഈ സാന്ത്വന ഭവനം ഇനി പ്രശോഭിതമാകും. ഹൃദയത്തിന്റെ കിളിവാതിലിൽ കാരുണ്യത്തിന്റെ വിളക്ക് കത്തിച്ചു വെച്ച ഒട്ടനവധി സുമനസ്സുകൾ രാപ്പകലില്ലാതെ ഓടി നടന്ന് വിയർപ്പൊഴുക്കുകയാണ് ഈ സ്നേഹഭവനത്തിന്റെ സാക്ഷാത്കാരത്തിന്. കാരണം മരണമാലാഖ മാടി വിളിക്കുന്ന ദിവസം ഈ വിയർപ്പുതുള്ളികളെല്ലാം കാരുണ്യത്തിന്റെ സ്നേഹത്തുള്ളികളായി ആത്മാവിലേക്ക് പെയ്യുമെന്ന ഉള്ളുറച്ച വിശ്വാസം. നാഥന്റെ കാരുണ്യത്തിലുള്ള ആ വിശ്വാസമാണ് നമ്മുടെ സാന്ത്വന പ്രവർത്തകരുടെ ഉള്ളിലുള്ള ഏറ്റവും വലിയ ഊർജവും. ഭൂവിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കൂ, എങ്കിൽ ആകാശത്തിന്റെ അധിപൻ നിങ്ങൾക്ക് കാരുണ്യം പൊഴിക്കുമെന്നല്ലേ പ്രവാചകാധ്യാപനം. 2 കോടി രൂപ ചിലവിൽ 7000 സ്ക്വയർ ഫീറ്റിലായി ഉയർന്നു വരുന്ന ഈ സ്നേഹഭവനത്തിന് ഇനിയും സാമ്പത്തികമായി ഒട്ടനേകം മുന്നേറാനുണ്ട്. എങ്കിലും ഭയമില്ല. വഴിയിൽ കരുണ പെയ്യുന്ന നിങ്ങളെപ്പോലുള്ള ഹൃദയങ്ങൾ നമുക്കേകുന്ന പ്രതീക്ഷ അത്രയേറെ വലുതാണ്. നമ്മുടെ കൂടപ്പിറപ്പുകൾക്കായി നമുക്ക് കൈകോർക്കാം. പ്രിയരെ, സഹായിക്കുന്നവരെ നാഥൻ കൈവിടില്ല. സഹൃദയനായ ഏതോ കവിപടൻ എന്നോ കുറിച്ചിട്ട സുന്ദരമായ വരികൾ പോലെ മുറിവുള്ള ഹൃദയത്തെ കാണുന്ന മർത്യനെ മുറിവില്ലാ പുലരികൾ പുഷ്പിക്കുമല്ലാഹു.